നമസ്കാരം, ഞാൻ ഡോക്ടർ അനുജ വർഗീസ്. പുനർജിത്ത് ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ ഫിസിഷ്യനാണ്. പൈൽസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽസ് രണ്ട് വിധത്തിലാണ് ഉള്ളത്: എക്സ്റ്റേണൽ പൈൽസ്, ഇന്റേണൽ പൈൽസ്. എക്സ്റ്റേണൽ പൈൽസ് മലദ്വാരത്തിന് പുറമെയുള്ള രക്തക്കുഴലുകൾക്ക് വരുന്ന വീക്കമായതുകൊണ്ട് തന്നെ വീക്കമായിരിക്കും അതിന്റെ പ്രധാന ലക്ഷണം. അതുമൂലം രോഗികൾക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള ഡിസ്കംഫോർട്ടാണ് ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇന്റേണൽ പൈൽസ് എന്നാൽ മലദ്വാരത്തിന് അകത്തുള്ള രക്തക്കുഴലുകൾക്ക് വരുന്ന വീക്കമാണ്. അതിന്റെ പ്രധാന ലക്ഷണം ബ്ലീഡിംഗ് അല്ലെങ്കിൽ രക്തസ്രാവമാണ്. ഫസ്റ്റ് ഡിഗ്രി ഇന്റേണൽ പൈൽസിനാണെങ്കിൽ രക്തസ്രാവം മാത്രമായിരിക്കും ലക്ഷണം കാണുന്നത്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ആദ്യമേ രക്തം ചീറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അമിതമായിട്ട് പോകാം, അല്ലെങ്കിൽ മലശോധനയ്ക്ക് ശേഷം രക്തം അമിതമായിട്ട് പോകാം. സെക്കൻഡ് ഡിഗ്രി പൈൽസിലും ബ്ലീഡിംഗ് കാണും. അതിനോടൊപ്പം തന്നെ രക്തക്കുഴൽ വികസിച്ച് പുറത്തേക്ക് വരും. അത് ബാത്റൂമിൽ പോയതിനു ശേഷം തനിയെ കയറിപ്പോകും. തേർഡ് ഡിഗ്രി പൈൽസിൽ രക്തക്കുഴലുകൾ വികസിച്ച് പുറത്തേക്ക് വരികയും ബാത്റൂമിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് തനിയെ കയറി പോകാത്തത് മൂലം നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ഫോർത്ത് ഡിഗ്രിയിൽ പൈൽ മാസ് പുറത്തേക്ക് വന്നത് നമ്മൾ തിരിച്ച് പ്രസ് ചെയ്താലും അകത്തേക്ക് കയറി പോകാതെ പുറമേ തന്നെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഈ 4 സ്റ്റേജസിലും ഇന്റേണൽ പൈൽസിൽ പൊതുവെ ബ്ലീഡിംഗ് അല്ലെങ്കിൽ രക്തസ്രാവമാണ് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണം. അതിനോടൊപ്പം ചെറിയ പുകച്ചൽ, നീറ്റൽ, അങ്ങനെയുള്ള ചെറിയ അസ്വസ്ഥതകളും കാണാറുണ്ട്. Torol tablets, an Ayurvedic solution for piles.